കർത്താവിൻ്റെ ദാസനെ പരിചയപ്പെടുത്തുമ്പോൾ ക്രൈസ്റ്റ് അംബാസഡേഴ്സിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു, ഉപാധ്യക്ഷനായിരുന്നു താൻ. അപ്പോൾ തന്നെ പ്രസ്ബിറ്ററി അംഗം, അതുപോലെ തന്നെ ദക്ഷിണ മേഖലയുടെ അധ്യക്ഷൻ. തീർന്നില്ല, ഇപ്പോഴത്തെ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ട്രഷററായിട്ട് സേവനമനുഷ്ഠിക്കുന്ന, നമ്മുടെ സമൂഹത്തിന് മറക്കാനാവാത്ത ഒത്തിരി സംഭാവനകൾ ചെയ്ത PK ജോസ് പാസ്റ്ററെ ഇന്നത്തെ പകലത്തെ മീറ്റിങ്ങിന് ശുശ്രൂഷിക്കാൻ തക്കവണ്ണം യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കരങ്ങളെ തട്ടിക്കൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ദാസനെ സ്വീകരിക്കാം. Praise the Lord. Praise the Lord. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പ്രാവശ്യത്തെ നമ്മുടെ അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെ യുവജന വിഭാഗമായ ക്രൈസ്റ്റ് അംബാസഡേഴ്സ് നേതൃത്വം കൊടുക്കുന്ന ഈ ക്യാമ്പിൻ്റെ സമാപന ദിവസത്തിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്തേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷിൻസ് നേതൃത്വം കൊടുക്കുന്ന DCCA കമ്മിറ്റിയെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. വിശേഷാൽ കമ്മിറ്റിയിലുള്ള എല്ലാ ദൈവത്തിൻ്റെ ദാസന്മാരെയും ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്നെ ഈ ക്യാമ്പിൽ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷയ്ക്കായി എന്നെ ക്ഷണിച്ചതിലുള്ള വളരെ ആത്മാർത്ഥമായ നന്ദി സ്നേഹവും ഈ കമ്മിറ്റിയോട് ഞാൻ അറിയിക്കുന്നു. നാം എല്ലാവരും വളരെ ബഹുമാനപ്പെട്ട നമ്മുടെ അസിസ്റ്റൻ്റ് സൂപ്രണ്ട് ബഹുമാനപ്പെട്ട TJ ശമൂൽ നമ്മുടെ ഐസക് V മാത്യു സാറ് ഈ ക്യാമ്പിൻ്റെ പ്രാരംഭ നിമിഷം മുതൽ ഇവിടെ തന്നെ തങ്ങി ഈ ക്യാമ്പിൻ്റെ വേണ്ടി വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും പല സന്ദർഭങ്ങളിൽ ഈ ക്യാമ്പിൽ നിങ്ങൾക്ക് ആവശ്യമായ ക്ലാസ്സുകളൊക്കെ നിയന്ത്രിച്ച ബഹുമാനപ്പെട്ട ഐസ സാറിനെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വേദിയിലായിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരായ ഞാൻ വളരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പ്രൊസ്പിറ്റേഴ്സ്, വിവിധ പ്രാദേശിക സെക്ഷനുകളിലെ CA പ്രസിഡന്റുമാർ, ഭാരവാഹികൾ, വളരെ മനോഹരമായി ഗാനമാലപിക്കുന്ന അനുഗ്രഹീതമായ കൊയറംഗങ്ങൾ, മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെ അങ്ങോളം ഇങ്ങോളം നിന്ന് വളരെ ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്ന് പാർത്ത് ഈ ക്യാമ്പിന് വേണ്ടി ഈ ക്യാമ്പിൽ സംബന്ധിക്കുന്ന എല്ലാ എൻ്റെ കുഞ്ഞ് അനുജന്മാർ, അനുജത്തിമാർ, കുഞ്ഞുങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ ക്രിസ്തീയ അഭിവാദ്യങ്ങൾ നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നു. ഒരു സുദീർഘമായി ഒരു പ്രഭാഷണത്തിന് ഞാൻ സമയമെടുക്കുന്നില്ല എങ്കിലും ഈ കാലത്ത് ഏറ്റവും അനിവാര്യമായ ഒരു ചിന്ത ഈ പ്രാവശ്യത്തെ ക്യാമ്പിൻ്റെ തീമായി എടുത്തതിൽ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. വിശുദ്ധിയെക്കുറിച്ചും വിശുദ്ധിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വിശുദ്ധിയിലേക്ക് മടങ്ങി വരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും വളരെ ഗൗരവമായി പ്രഗത്ഭരായ അധ്യാപകരാൽ ഇവിടെ ക്ലാസ്സുകൾ നയിക്കപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കും. എല്ലാ കാലത്തും ദൈവം തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ഒരു ശേഷിപ്പ് വച്ചിട്ടുണ്ട് എന്ന് നാം തിരുവെഴുത്തിൽ വായിക്കുന്നു. ഒരു ശേഷിപ്പ് വച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ നാം ജീവിക്കുന്ന നമ്മുടെ ഇന്നത്തെ ഈ പെന്തക്കോസ്ത് സമൂഹത്തിൽ പൊതുവെ പറഞ്ഞു കേൾക്കുന്ന ഒരു തമാശയാണ്, ആരൊക്കെ സ്വർഗത്തിൽ പോകുമെന്ന് കാണാം, ആരൊക്കെ പോകും ഇങ്ങനെയാണെങ്കിൽ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. പൊതുവെ സഭാ സംഘടന വ്യത്യാസമില്ലാതെ സമൂഹത്തിൽ മുഴുവനും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിന് ഏറ്റവും പ്രധാനമായി പറയപ്പെടുന്നത് ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ ഒരു ജീവിത ശൈലി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ചോദ്യത്തിന് നിദാനമായിട്ടുള്ളത്. എന്നാലും വിശുദ്ധ വേദപുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ ഒരിക്കൽ ദൈവത്തിൻ്റെ ദാസനായ ഏലിയാവ് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, അവർ നിൻ്റെ പ്രവാചകന്മാരെ മുഴുവൻ ആളുകളെയും അവർ കൊന്നു.
ഇനി ഇവിടെ പ്രവാചകന്മാരോ ദർശകന്മാരോ ആയിട്ട് ആരും, അങ്ങയുടെ ആളുകളായിട്ട് ആരും ഇവിടെ ഇല്ല, എല്ലാവരെയും കൊന്നു എന്ന് പറയുമ്പോൾ ദൈവം അവനോട് വളരെ കൃത്യമായി ഏലിയാവിനോടൊരു കാര്യം പറഞ്ഞു. ഏലിയാവേ, നീ നോക്കുമ്പോൾ, നീ കാണുമ്പോൾ ഇവിടെ പ്രവാചകന്മാരില്ല എന്ന് നിനക്ക് തോന്നിയേക്കാം. പക്ഷേ നീ അറിയാത്ത പ്രവാചകന്മാരെ കൊല്ലാൻ കൊലവിളിച്ച് നടക്കുന്നവരുടെ ദൃഷ്ടിയിൽപ്പെടാതെ ഒരു വലിയ കൂട്ടത്തെ ഞാൻ പലയിടങ്ങളിൽ ശേഖരിച്ചു വച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ഇന്ന് ഈ ക്യാമ്പിൽ വന്ന് നിങ്ങളെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നത് പെന്തക്കോസ്തിൻ്റെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ദൈവം ഒരു ശേഷിപ്പിനെ ഒരുക്കിയിട്ടുണ്ട് എന്നതിൽ അഭിമാനത്തോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ കരങ്ങൾ ഉയർത്തി കുഞ്ഞുങ്ങളെല്ലാവരും ദൈവത്തെ സ്തുതിക്കുമോ? ശബ്ദമുയർത്തി കർത്താവിനോട് സ്തുതിച്ചാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഒരു സുവർണകാലത്തിൽ കൂടെയാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ അനുജന്മാരും അനുജത്തിമാരും എല്ലാവരും കടന്നു പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സുവർണമായ ഒരു കാലഘട്ടമാണ്. ഒരു 10 വർഷമോ 15 വർഷമോ കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ഈ കാലത്തിൻ്റെ സുഖം എന്താണെന്ന് ഒരു 10-15 വർഷം കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പക്ഷേ ഈ യൗവനം, ഈ യുവത്വം ദൈവത്തിൻ്റെ കൃപയാൽ പവിത്രമായി കാക്കപ്പെടുമെങ്കിൽ വാസ്തവത്തിൽ 15 വർഷമല്ല, 100 വയസ്സുവരെ ജീവിക്കാൻ ദൈവം ആയുസ് നൽകിയാൽ അന്നും പറയാൻ പറ്റും, കാലേബ് പറഞ്ഞതുപോലെ പറയാൻ പറ്റും, അന്നത്തെ ബലം എനിക്ക് ഇന്നും ഉണ്ടെന്ന് ധൈര്യത്തോടെ പറയാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ പണിയുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നാം ആയിരിക്കുന്നത്. വിശുദ്ധിയുടെ പ്രാധാന്യം ധാരാളം നിങ്ങൾ കേട്ടു. എപ്പോൾ മുതലാണ് വിശുദ്ധി പാലിക്കേണ്ടത്? എപ്പോൾ മുതലാണ് വിശുദ്ധിയുടെക്ക് വില കൊടുക്കേണ്ടത്? എപ്പോൾ മുതലാണ്? നിങ്ങൾക്കറിയുമോ, വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട എല്ലാ വ്യക്തികളെക്കുറിച്ച് നിങ്ങളൊരു പഠനം നടത്തി നോക്കൂ. ഒരു ഉദാഹരണം പറയാം. ഒരിക്കൽ ദൈവത്തിൻ്റെ ദൂതൻ ശിംശോൻ്റെ മാതാപിതാക്കൾക്ക് വെളിപ്പെട്ടു. എന്നിട്ട് അവരോട് പറഞ്ഞു, നീ ഒരു മകനെ പ്രസവിക്കും, പക്ഷെ അവൻ ഇസ്രായേലിൻ്റെ സംരക്ഷകനായി വരേണ്ടതുണ്ട്. അതുകൊണ്ട് അമ്മയോട് പറഞ്ഞു, നീ അവനെ ഗർഭം ധരിച്ചിരിക്കുന്ന കാലത്തിൽ ഒരിക്കലും വീഞ്ഞോ മദ്യമോ ഉപയോഗിച്ച് നിന്റെ ശരീരത്തെ നീ അശുദ്ധം ആക്കരുത്. ആ സ്ത്രീ ദൈവം പറഞ്ഞതുപോലെ അവൾ ചെയ്തതുകൊണ്ട് അവൾ 10 മാസം ചുമന്ന് പ്രസവിച്ച അവളുടെ മകൻ കേവലം 10 പേരിൽ ഒരുത്തനാകുകയായിരുന്നില്ല. ആ രാജ്യത്തിൽ അവന് പകരം വെക്കാൻ വേറെ ഒരുത്തനില്ലാത്ത വിധം ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞത് അമ്മ ദൈവത്തിൻ്റെ മുമ്പിൽ പഥ്യം കാത്തതുകൊണ്ടാണ്. ദൈവം പറഞ്ഞ വ്യവസ്ഥയ്ക്കും ദൈവം പറഞ്ഞ വചനത്തിനൊത്തവണ്ണം അവളുടെ ജീവിതത്തെ അവൾ ക്രമപ്പെടുത്തിയതുകൊണ്ട് അവൾ പ്രസവിച്ച കുഞ്ഞ് അവൻ വളർന്ന് യുവാവായപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ സംരക്ഷകനായി മാറി എന്ന് മാത്രമല്ല, അസാധാരണമായ ദൈവപ്രവൃത്തി, ഒരുപക്ഷെ മാനുഷികമായ ഒന്നുകൊണ്ടും താരതമ്യം ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറമുള്ള കായിക ബലമുള്ളവനാക്കി അവന് ദൈവം ഉപയോഗിച്ചതിന് കാരണം അമ്മ പഥ്യം കാത്തതുകൊണ്ടാണ്. 2, മോശയ്ക്ക് വേണമെങ്കിൽ നമ്മുടെ ഇന്നത്തെ യൂത്തിൻ്റെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടായിരുന്നു. കാരണം കൊട്ടാരത്തിൽ വളർന്നു, ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് അവൻ വിളിക്കപ്പെട്ടു. ലോകത്തിൽ ആ രാജ്യത്തിൽ മിസ്രൈമിൽ എവിടെ ചെന്നാലും കൃത്യമായി ഒരു നല്ല പരിഗണന അവന് കിട്ടിയിരുന്നു. പക്ഷേ യുവതീവാക്കന്മാരെ, കുഞ്ഞുങ്ങളെ, ഒരു സുപ്രഭാതത്തിൽ സ്വന്തമായി തീരുമാനമെടുക്കാൻ പ്രാപ്തനായ ദിവസം അവനൊരു പ്രഖ്യാപനം നടത്തി. എന്താണ് പ്രഖ്യാപനം? കൊട്ടാരത്തിലെ സുഖകരമായ ജീവിതത്തെക്കാൾ എൻ്റെ ദൈവമായ യഹോവയുടെ ജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് എനിക്ക് മതിയെന്ന് അവൻ തീരുമാനിച്ച് പുറത്തിറങ്ങിയതുകൊണ്ട് ഒരുപക്ഷെ ആളുകളൊക്കെ പറഞ്ഞു, എടാ ഇവൻ മണ്ടനാ, അടിച്ചു പൊളിച്ച് സുഖിച്ച് ജീവിക്കേണ്ട സമയത്ത് അതെല്ലാം ഇവൻ കളഞ്ഞു കുളിച്ചു, ഇവൻ ഒന്നുമില്ലാത്തവനായി.
പക്ഷെ വേദപുസ്തകം പറയുന്നു ഇന്നും യഹൂദൻ്റെ വീരപുരുഷനാരെന്ന് ചോദിച്ചാൽ അബ്രഹാം കഴിഞ്ഞാൽ ആ ജാതി, ആ ജനം വിളിച്ചു പറയും, മോശയ്ക്ക് പകരം വെക്കാൻ പിന്നെ ഒരാളും ഇസ്രായേലിനുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, കുഞ്ഞുങ്ങളെ, ജീവിതത്തിൽ ചിലത് വേണ്ടെന്ന് വെക്കാൻ, ചിലതിനെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് ഒരുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യമാകും, നിങ്ങളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ഭാവി ശോഭനമാകും. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് പകരം വെക്കാൻ ഒരുത്തൻ ഇല്ലാത്ത വിധത്തിൽ ദൈവം നിങ്ങളെ മാനിപ്പാൻ ശക്തിയുള്ള ദൈവമാണ്. ഇത്രയും ആമുഖം പറഞ്ഞിട്ട് ഒരു പ്രവചന ദൂത് ഞാൻ മാത്രം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. മീഖ പ്രവചന പുസ്തകം 5-ാമത്തെ അധ്യായം അതിൻ്റെ 7ഉം 8ഉം വാക്യങ്ങൾ. മീഖ പ്രവചന പുസ്തകം 5-ാമത്തെ അധ്യായം അതിൻ്റെ 7ഉം 8ഉം വാക്യങ്ങൾ. മതി മതി മതി. ഇവിടെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. ഒന്ന്, ഒരു ശേഷിപ്പിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഒരു ശേഷിപ്പിനെ കുറിച്ച് പറയുക. ആ ശേഷിപ്പിനെ കുറിച്ച് പറയുന്നതിൽ 2 വാക്യങ്ങളിൽ 2 പ്രധാനപ്പെട്ട ചിന്തകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു. ഒന്ന്, യാക്കോബിൽ ശേഷിപ്പുള്ളവർ മഞ്ഞുപോലെയും. 2-ാമത്തെ വിഭാഗത്തെക്കുറിച്ച് പറയുന്നു, അവരും യാക്കോബിൽ ശേഷിപ്പുള്ളവരാണ്. അവരെക്കുറിച്ച് പറയുന്നു, അവർ സിംഹം പോലെയും ബാലസിംഹം പോലെയും ഇരിക്കും എന്നാണ്. ഞാൻ ഇന്ന് നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത്, ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, ഈ തലമുറയിൽ പെന്തക്കോസ്തിന് വേണ്ടി വില കൊടുത്ത് വിശുദ്ധിയുടെ ഒരു ശേഷിപ്പാകാൻ ഈ കൂട്ടത്തിൽ ആര് തയ്യാറാകും എന്നുള്ളതാണ് ഇന്ന് എൻ്റെ സ്നേഹത്തോടു കൂടിയ ഒരു ചോദ്യമാണ്. ലോകം ഇന്ന് കടന്നു പോകുന്നത് ഒരു വല്ലാത്ത പ്രതിസന്ധിയിൽ കൂടി കടന്നു പോവുകയാണ്. നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമാണ്. ആളുകൾക്ക് ജോലിയില്ല. ഒരു കാലത്തുമില്ലാത്ത വിധമുള്ള വിദ്യാഭ്യാസമുള്ളവർ, വിദ്യാസമ്പന്നന്മാരായ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ അവർക്ക് നമ്മുടെ രാജ്യത്തോ നമ്മുടെ സംസ്ഥാനത്തോ ഉചിതമായി ജോലി ലഭിക്കാത്തത് കൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരിൽ നല്ലൊരു ശതമാനം പേരും മറ്റിതര രാജ്യങ്ങളിലേക്ക് പോകുന്നതിനെക്കുറിച്ചുള്ള തീവ്രമായ ചിന്തയിലും അതിൻ്റെ പുറകിലുള്ള പരിപാടികളുമായിട്ടൊക്കെ നമ്മുടെ യൂത്ത് പലരും ആ രീതി ചിന്തിക്കുകയാണ്. കാരണം സ്വന്തം നാട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, സ്വന്തം നാട്ടിൽ ജീവിക്കാൻ പറ്റുന്നില്ല, ജോലിയില്ല, ഇവിടെ വലിയ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തലമുറകളെല്ലാം ഒരു നല്ലൊരു ശതമാനവും മറ്റിതര രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ്. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ഈ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന യൂത്തിനോട് ദൈവാത്മാവ് പഠിച്ചു പറയുന്നത്, ഈ ലോകത്തിൽ നിങ്ങൾ എങ്ങോട്ട് നോക്കൂ, പാപം സ്വാധീനിക്കുന്ന കാഴ്ചകൾ, പാപത്തിലേക്ക് ആകർഷിക്കുന്ന കേൾവികൾ, പാപത്തിലേക്ക് മനുഷ്യനെ പാപത്തിൻ്റെ മോഹന വാഗ്ദാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യ പത്ര മാധ്യമങ്ങളുടെ ഒരു വലിയൊരു പ്രസരിപ്പ് തന്നെ ലോകമെമ്പാടും നമുക്ക് കാണാം. മൊബൈൽ എടുത്താൽ ഏത് ഭാഗത്തോട്ട് ചെന്നാലും എത്ര വലിയ തേജസ്സിൻ്റെ ശുശ്രൂഷ ചെയ്തിരുന്ന സുവിശേഷകന്മാരെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകം, സുവിശേഷകന്മാരുടെ മക്കളെ വിശ്വാസത്തിൽ ഇല്ലാതെയാക്കുന്ന ഒരു ലോകം, ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണ്ടി ചുമല് കൊടുക്കുന്ന വിശുദ്ധന്മാരായ ദൈവജനത്തിൻ്റെ മക്കളെ വഴിതെറ്റിക്കുന്ന ഒരു ലോകം, പാപത്തിൻ്റെ അതിപ്രസരിപ്പ് ലോകമെമ്പാടും. പക്ഷെ പിശാച് ചെയ്ത മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മറ്റ് പല സ്ഥലങ്ങളിലേക്ക് ജോലിക്കും പഠനത്തിനൊക്കെ പോകുമ്പോൾ എനിക്ക് വളരെ വേദനയോടെ ഞാനൊരു കാര്യം പറയുകയാണ്. ഒരു അസംബ്ലീസ് ഓഫ് ഗോഡ് ഒഴിച്ച് ഒരു മറ്റൊരു പെന്തക്കോസ്തിലുള്ള ഒരു കുട്ടി ലോകത്തിൽ എവിടെ ചെന്നാലും അവൻ്റെ പള്ളിയുണ്ടോ എന്നവിടെ അന്വേഷിച്ച് നടക്കും. പക്ഷെ നമ്മൾ വിദേശത്ത് ചെന്നിട്ട് ഷാരോൺ സഭയിലോ IPCയിലോ
ചർച്ചക്കോടിലോ നമ്മളൊന്ന് പോയി ശുശ്രൂഷിക്കാൻ നോക്കിക്കേ. അവിടെ ചെല്ലുമ്പോൾ ജോസ് പാസ്റ്റർ എന്നെ അറിയാവോ? എവിടാ? ഞാൻ AG-യിൽ എൻ്റെ അടുത്തുള്ള ആളാണ്. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മൾ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഒരു സ്പിരിറ്റ് ഞാൻ പറയല്ല, എങ്കിലും ലോകത്തിൽ എവിടെ നമ്മൾ ചെല്ലുമ്പോഴും പിശാചും പാപവും ലോകത്തിൽ എല്ലാ സ്ഥലത്തും ഒരുപോലെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഒരുപക്ഷെ അതിന് പല മുഖങ്ങളുണ്ടായേക്കാം. പക്ഷെ പാപത്തിൻ്റെ സ്വഭാവവും അശുദ്ധിയുടെ നടപടിയും ലോകത്തിൽ എല്ലായിടത്തും ഒരുപോലെ തന്നെ യുവജനങ്ങളെയും മനുഷ്യനെയും സ്വാധീനിക്കുകയാണ്. പക്ഷെ ലോകത്തിൽ ഏത് ഭാഗത്ത് എവിടെ ചെല്ലുമ്പോഴും ഞാൻ ആരാണ്, ഞാൻ എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തുള്ള ഞങ്ങളുടെ ഒരു സഭയിലെ ഒരു കുഞ്ഞ് പഠനത്തിന് വേണ്ടി എറണാകുളത്ത് പഠനത്തിന് വേണ്ടി ചെന്നു. അപ്പോൾ അവിടെ ഒരു സഭയിൽ ആരാധനയ്ക്ക് പോയി. അപ്പോൾ അവനോട് വിളിച്ച് പറഞ്ഞു, പാസ്റ്ററെ നല്ല ആരാധന, ഭയങ്കര ആരാധന, ഭയങ്കര സന്തോഷം, 3-4 പാസ്റ്റേഴ്സ് തന്നെ ഉണ്ട്, അവരെല്ലാവരും വന്ന് എല്ലാവർക്കും കൈ കൊടുക്കും, ഭയങ്കരമായിട്ടുള്ള സന്തോഷമാണ്, അവിടെ ഫുഡ് അവർ കരുതിയിട്ടുണ്ട്, വേണ്ടാന്ന് പറഞ്ഞാലും അവർ കഴിപ്പിച്ചേ വിടത്തുള്ളൂ, ഭയങ്കര സ്നേഹം. പക്ഷേ നമ്മുടെ പള്ളികളിൽ ഈ പറഞ്ഞ പോലെ മുതിർന്നവർക്ക് പിള്ളേരെ കാണുന്നത് തന്നെ ചിലർക്കൊരു അലർജി പോലെ എന്നാണ് നമ്മുടെ പിള്ളേർ പറയുന്നത്. എനിക്കതിനെക്കുറിച്ച് കൂടുതലായി അറിവില്ല, പിള്ളേർ പറയുന്ന കാര്യമാണ്. അപ്പോൾ ഭയങ്കര സ്നേഹമാണ്. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, പാസ്റ്റർ എന്നെ വഴക്ക് പറയുന്നത് ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ഞാൻ ചോദിച്ചാൽ എന്താ കാര്യം? അപ്പോൾ ആ സഭയുടെ പുരോഹിതൻ ആ കുഞ്ഞിനോട് പറഞ്ഞു, മോനെ സിനിമയ്ക്ക് പോകുന്നത് തെറ്റൊന്നുമില്ല, തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നീ ഒറ്റയ്ക്ക് പോകുമ്പോൾ അതിനകത്തുള്ള ചില സീനുകളൊക്കെ കാണുമ്പോൾ നിനക്ക് പാപത്തിലേക്ക് പോകാനുള്ള അല്ലെങ്കിൽ പാപത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ഫീൽ നിനക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിനക്ക് സിനിമയ്ക്ക് പോകണം എന്ന് തോന്നുമ്പോൾ 1 ടിക്കറ്റല്ല 2 ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ശുശ്രൂഷകന്മാരിൽ ഒരാളെ കൂടെ കൊണ്ടുപോയാൽ സിനിമ കാണാം, ഏത് സീൻ കണ്ടാലും ഇവന് പാപത്തിൻ്റെ പ്രേരണ ഉണ്ടാകത്തില്ലെന്ന് ഒരു സുവിശേഷകൻ പറഞ്ഞു കൊടുത്തു. അപ്പം ഇത് കേട്ടപ്പോൾ ആരാധന, പ്രസംഗം ഇതെല്ലാം കേട്ടപ്പോൾ അവൻ പറഞ്ഞു നാട്ടിലെ ആരാധനയേക്കാൾ ബെസ്റ്റാണ്. പക്ഷെ ഈ ഒരു കാര്യം വന്നപ്പോൾ അവനൊരു സംശയം തോന്നി. അവൻ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ അടുത്ത ദിവസം മുതൽ കൈയടിച്ചില്ലേലും കുഴപ്പമില്ല, പ്രസംഗം ഇല്ലേലും കുഴപ്പമില്ല, ആ പരിസരത്ത് എവിടെയും ഒരു നല്ല പെന്തക്കോസ്ത് സഭ അഡ്രസ്സുള്ള ഒരു സഭയുണ്ടെങ്കിൽ അവിടെ പോകണം, അതല്ലെന്നുണ്ടെങ്കിൽ റൂമിലിരുന്ന് പ്രാർത്ഥിച്ചോണം. അവൻ പഠിച്ച വചനം എന്തോ അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവനോട് ചോദിച്ചു. പക്ഷെ ചോദിക്കാതെ പോയിരുന്നെങ്കിലോ ഒരു പക്ഷെ അവരിന്ന് വിശ്വാസത്തിൽ പോലും കാണാനുള്ള സാധ്യത ഇല്ല. ആ സുവിശേഷകന്മാരിൽ ഒരാൾ ഈ അടുത്ത കാലത്ത് അവൻ തന്നെ പറഞ്ഞു, ആ പയ്യനിപ്പോൾ ഇവിടെ ഇല്ല, അവന് ഒരു ദിവസം എനിക്കൊരു മെസ്സേജ് ഇട്ട് പറഞ്ഞു, ആ സുവിശേഷകന്മാരിൽ ഒരാൾ ഇന്ന് നിരീശ്വരവാദിയായി ഒരു പുസ്തകം എഴുതി. പ്രിയമുള്ളവരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പോകുന്ന സ്ഥലത്ത് നിങ്ങളുടെ വിശുദ്ധിക്കും നിങ്ങൾ പഠിച്ച പഠനത്തിനും അറിഞ്ഞ അറിവിനും വിരുദ്ധമായി ഏതെങ്കിലും അശുദ്ധ നടപടി ഉണ്ട് എന്ന് തോന്നിയാൽ അവിടെ നിന്ന് ഓടി മാറാൻ ഒരുപക്ഷെ കൊട്ടാരം വിടേണ്ടി വന്നേക്കാം, ഒരുപക്ഷെ സുഖ സൗകര്യങ്ങൾ വിട്ടേ പോകേണ്ടി വന്നേക്കാം. പക്ഷെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും അശുദ്ധമായ നടപടി എൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുകയില്ല എന്ന ഉത്തമമായൊരു ബോധ്യവും ഉറച്ച തീരുമാനമുള്ള ഒരു തലമുറയാകണം ഈ ക്യാമ്പ് കഴിഞ്ഞ് ഇവിടുന്ന് പുറത്തു വരാൻ ഒരു നല്ല പവറുള്ള ഒരു തലമുറ പുറത്തു വരണം. ഏത് സാഹചര്യത്തിലും നോ പറയേണ്ടടുത്ത് നോ പറയാൻ തൻ്റെ ഇടമുള്ള ഒരു തലമുറ നമ്മുടെ ഇടയിൽ ഉണ്ടാകണം. നോക്കൂ, അപ്പോൾ വേദപുസ്തകം പറയുന്നു, ഇവിടെ ഒരു ശേഷിപ്പിനെ കുറിച്ച് പറയുകയാണ്. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, വിശുദ്ധിയുടെ ഒരു ശേഷിപ്പ് ദൈവത്തിൻ്റെ ജനത്തിനിടയിൽ ദൈവം ആവശ്യപ്പെടുകയാണ്. മീഖ പ്രവചന പുസ്തകം 7-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നമ്മളവിടെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം കാണുന്നുണ്ട്. കുഞ്ഞുങ്ങളെല്ലാവരും ശ്രദ്ധിക്കണേ, ആരും ദയവ് ചെയ്ത് ആരും അലസമായിരിക്കരുത്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. കരങ്ങൾ ഉയർത്തിട്ട് ഹല്ലേലൂയ പറയാമോ? ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. അവിടെ നാം വായിക്കുന്നത്,
യാക്കോബിൽ ശേഷിച്ചവരുടെ പാപം ദൈവം ക്ഷമിക്കുന്നു എന്നാണ്. അതിൻ്റെ അർത്ഥം പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്ന അർത്ഥത്തിലല്ല അവിടെ പറയുന്നത്. ഇന്നലകളിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ജീവിക്കുന്ന ലോകം അത്തരത്തിലുള്ളൊരു ലോകമാണ്. നമ്മുടെ ചിന്തയിലോ നമ്മുടെ നോട്ടത്തിലോ നമ്മുടെ ഇടപാടുകളിലോ നമ്മുടെ പെരുമാറ്റത്തിലോ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഈ 3 ദിവസം ഇവിടെ പഠിച്ച വചനം മാത്രമല്ല, നിങ്ങളുടെ പ്രാദേശിക സഭകളിൽ നിങ്ങൾ പഠിച്ച സൺഡേ സ്കൂളിൻ്റെയും നിങ്ങൾ വായിച്ച ദൈവവചനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ തെറ്റ് പറ്റി എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഇന്ന് ഇപ്പോൾ ഇവിടെ വച്ച് ദൈവത്തിൻ്റെ മുമ്പാകെ, മനുഷ്യനോടല്ല ദൈവത്തിൻ്റെ മുമ്പാകെ, ദൈവമേ ഞാൻ പാപം ചെയ്തു, ഇനിമേൽ ഞാൻ ആവർത്തിക്കയില്ല, പാപത്തിൻ്റെ വഴി ഞാനിനി പോകില്ല എന്നൊരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ കഴിയുമെങ്കിൽ വേദവചനം പറയുന്നു, നിന്റെ പാപത്തെ ക്ഷമിക്കുന്നവൻ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. വെറുതെ പാപത്തെ ക്ഷമിക്കുക മാത്രമല്ല, നിന്നെ വിശുദ്ധ മനുഷ്യനാക്കി നിന്റെ ഈ പ്രായത്തിൻ്റെ ഏറ്റവും നല്ല കാലത്തിൽ നിന്റെ ശരീരത്തിൽ അറിഞ്ഞോ അറിയാതെയോ ശരീരത്തിലോ മനസ്സിലോ പ്രവേശിച്ചു പോയ ആ പാപത്തിൻ്റെ സ്വാധീനത്തെ കർത്താവ് തൻ്റെ ചങ്കിലെ ചോരയാൽ കഴുകി ശുദ്ധീകരിച്ച് ഒരു വിശുദ്ധ തലമുറയായി ഇവിടെ നിന്ന് നിങ്ങളെ അയക്കാനാണ് എൻ്റെ ദൈവത്തിന് ഇഷ്ടം. ആമേൻ, ആമേൻ. ചിലതൊന്നും നമുക്ക് പാപമായിട്ട് തോന്നുന്നില്ല. അതിന് പാപത്തിൻ്റെ നിർവചനം എന്താണെന്ന് ഒറ്റ വാക്കിൽ നമ്മളത് മനസ്സിലാക്കിയെങ്കിലേ എന്തുകൊണ്ട് പലപ്പോഴും നമ്മളിൽ കുറ്റബോധം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കാൻ നാം ആദ്യം പാപത്തിൻ്റെ നിർവചനം എന്താണ് എന്ന് പഠിക്കണം. എന്താണ് പാപത്തിൻ്റെ നിർവചനം? ലക്ഷ്യം തെറ്റുക എന്നാണ്. ലക്ഷ്യം തെറ്റുക. ഞാൻ മുമ്പ് ഏതൊരു പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വേട്ടക്കാരൻ അവൻ്റെ ഇരയ്ക്ക് നേരെ അവൻ എയ്ത് വിടുന്ന അമ്പ് നല്ല ഉന്നം നോക്കിയാണ് അവൻ അമ്പ് എയ്യുക. പക്ഷേ ആ അമ്പ് ലക്ഷ്യം മാറി അവൻ ഉദ്ദേശിച്ച സ്ഥാനത്ത് ചെല്ലാതെ അത് ലക്ഷ്യം മാറിപ്പോയാൽ അതിൻ്റെ പേരാണ് പാപം എന്ന് പറയുന്നത്. ആ സെയിം അർത്ഥമാണ് പാപം എന്ന വാക്കിന് കൊടുത്തിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ, മോശയെക്കുറിച്ച് ദൈവത്തിനൊരു ലക്ഷ്യമുണ്ടായിരുന്നെങ്കിൽ, ശിംശോനെക്കുറിച്ച് ദൈവത്തിനൊരു ലക്ഷ്യമുണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഇന്ന് ഈ വേദിയിൽ മനഃപൂർവ്വമായി പറയാൻ പറ്റും ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ട്? എത്ര പേർക്ക് പറയാൻ പറ്റും? വിശ്വാസമുള്ള എത്ര പേരുണ്ട് എന്നെക്കുറിച്ച് ദൈവത്തിന് എൻ്റെ മേലൊരു പദ്ധതി ഉണ്ട്? ഒത്തിരി കാര്യങ്ങളൊന്നും ഉയർന്നു കാണുന്നില്ല. ദൈവത്തിന് എൻ്റെ മേൽ ഒരു ലക്ഷ്യമുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന് ഉദ്ദേശമുള്ളവർ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. 14,000-ത്തിലധികം കുഞ്ഞുങ്ങളുള്ള ഈ അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്റ്റിൽ ഇത്രയും പേരെ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ ഈ വന്നവർ വെറുതെ വന്നവരല്ല. ദൈവത്തിന് നിന്റെ മേലൊരു ഉദ്ദേശമുണ്ട്. ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഈ കാലത്ത് നല്ല പ്രവാചകന്മാർ, വിശ്വസ്ത പ്രവാചകന്മാർ ശോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്തിൽ ആമേൻ, ധൈര്യശാലികളായ ധീരന്മാരായ ഒരു കൂട്ടം പ്രവാചകന്മാരും പ്രവാചകിമാരും ഈ ഗണത്തിനകത്തുണ്ടെന്ന് ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ആ ഉറപ്പുള്ള യുവജനം ദൈവത്തെ സ്തുതിച്ചു തുടങ്ങട്ടെ, ദൈവത്തെ ആരാധിച്ചു തുടങ്ങട്ടെ. ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് ചില പ്രവാചകന്മാർ എൻ്റെയൊക്കെ മാതൃസഭയിൽ വരുമ്പോൾ ആ പ്രവാചകനെ വന്നതിൻ്റെ പേരിൽ പള്ളിയിൽ കയറാതെ ഒളിച്ചു നടന്നു. കാരണം പേടിച്ചിട്ട് ഒളിച്ചു നടന്നു. വിളിച്ചു പറയും. ഇന്ന് അങ്ങനെ പേടിക്കുന്ന എത്ര പ്രവാചകന്മാർ നമ്മുടെ ഇടയിലുണ്ട്? ദൈവത്തിൻ്റെ ആത്മാവ്, പ്രവചനാത്മാവിൽ പറയുന്നൊരു ശേഷിപ്പ് ഇതിനകത്തുണ്ട്.
സംഘാടകരെ, നിങ്ങളുടെ സമയവും പണവും ചെലവാക്കിയത് നഷ്ടമല്ല. ഇതിനകത്ത് നിന്ന് ദൈവം ഈ തലമുറയിൽ ഈ രാജ്യങ്ങൾക്ക് വേണ്ടി, നാടിന് വേണ്ടി, ജനത്തിന് വേണ്ടി ആധികാരികമായി ശക്തിയോടെ പ്രവചിക്കുന്ന ഒരു കൂട്ടം പ്രവാചകന്മാരുടെ ശബ്ദം എനിക്കുന്ന ആത്മാവിൽ എനിക്ക് കേൾക്കാം. ഞാനത് വിശ്വസിക്കുന്ന ഒരു ശേഷിപ്പുണ്ട്, അത് ഇതിനകത്ത് സംഭവിക്കും. ദർശകന്മാർ ഇതിനകത്തുണ്ടാകും. വെറുതെ സംഘാടകർ പുകഴ്ത്തുന്ന പ്രസംഗകരല്ല, മറിച്ച് അഗ്നി നാവുണ്ടെന്ന് ലോകം വിളിച്ചു പറയുന്ന പ്രഭാഷകന്മാർ ഈ കൂട്ടത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ഒരു വലിയ പ്രസംഗകന്മാരുടെ ഗണം അസംബ്ലീസ് ഓഫ് ഗോഡിനകത്തുണ്ടാകും. അതെൻ്റെ വിശ്വാസമാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് ഒരു ശേഷിപ്പുണ്ടെന്നാണ്. എല്ലാം നശിച്ചു പോയിട്ടില്ല, എല്ലാം തകർന്നു പോയിട്ടില്ല, ആത്മീയ മുഴുവനും നശിച്ചു പോയിട്ടില്ല, വിശ്വസ്തന്മാർ മുഴുവനും നശിച്ചു പോയിട്ടില്ല, വിശുദ്ധന്മാർ ആകമാനം നശിച്ചു പോയിട്ടില്ല. കാരണം ഒരു ശേഷിപ്പുണ്ട്. എന്നോടൊപ്പം ആമയം പറയാൻ പറ്റുമെങ്കിൽ, യേശുപ്പച്ചൻ്റെ വരവ് താമസമെങ്കിൽ, അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ മക്കൾ എന്ന് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു തലമുറ ഇവിടുത്തെ സിവിൽ സർവീസിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ശുശ്രൂഷയുടെ ശൈശവകാലം മുതൽ എപ്പോഴെല്ലാം ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം വാഹി മുഴങ്കാലം അടക്കിയോ, അപ്പോഴെല്ലാം ഞാൻ കണ്ണുനീരോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് വല്ലവരുടെയും മുമ്പിൽ ചെന്ന് തലകുനിച്ച് നിൽക്കുന്നതിനേക്കാൾ നമ്മുടെ പ്രസ്ഥാനത്തിൽ നമ്മുടെ മക്കളിൽ ചിലര് കളക്ടർമാരാകുന്നതും IRSകാരാകുന്നതും IFSകാരാകുന്നതും മറ്റുള്ള രാജ്യങ്ങളിൽ നമ്മുടെ അസംബ്ലീസ് ഓഫ് ഗോഡിലെ കുഞ്ഞുങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിൽ പാർക്കുന്നതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സാധു ഉപദേശം എന്നുള്ള നിലയിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ കൂട്ടത്തിൽ നിന്നും ഉണ്ടാകും. കാരണം ഒരു ശേഷിപ്പുണ്ട്. പക്ഷെ ദൈവത്തിന് ഒരു ശേഷിപ്പുണ്ടെന്ന് പറയുമ്പോൾ തന്നെ തൻ്റെ തെറ്റുകളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല എന്ന് വചനം പറയും. നിങ്ങൾ എത്ര പ്രസംഗം കേട്ടാലും നിങ്ങൾ നോക്കൂ, യോഹന്നാന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ കുരുടനായിരുന്ന ഒരു മനുഷ്യൻ വിളിച്ചു പറയുകയാണ്, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലെന്നും ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുക്കുന്നു എന്ന് ഞാൻ അറിയുന്നെന്നാണ്. അത്രയും അറിവെങ്കിലും പെന്തക്കോസ്തിലെ മക്കളെ നമുക്ക് വേണ്ടേ? പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലടാ. അതിന് ക്ലീൻ ഷേവ് ചെയ്താലും ഫുൾ സ്ലീപ്പ് ഇട്ടാലും ഇനി എത്ര വലിയ മിടുമിടുക്കനെന്ന് പറഞ്ഞാലും പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിലും നിനക്കൊരു പാപപരിഹാരം ഉണ്ടാകണം. ഇന്ന് ഈ നിമിഷം ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ ഓർമ്മയിലുള്ളതെന്ന് ഏറ്റു പറഞ്ഞിട്ട് ഇനിമേൽ ഞാൻ ആവർത്തിക്കില്ല, എനിക്കൊരു ഭാവിയുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു, ഞാൻ ദൈവത്താൽ ഒരു ശേഷിപ്പാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു, എനിക്കൊരു ഉയർച്ച ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതൊന്ന് തിരിച്ചറിഞ്ഞ് ദൈവം മുമ്പാകെ സമർപ്പിക്കാൻ, ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ ഈ കുഞ്ഞുങ്ങളിൽ എത്ര പേർ ഈ രാവിലെ തയ്യാറാകും? ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ പറ്റത്തില്ല. ശുദ്ധീകരണമില്ലാതെ ആർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. നീ എക്സാമിലേക്ക് കയറുമ്പോൾ യേശുവെ കാത്തോണേ എന്ന് പറഞ്ഞാൽ ആ വാക്ക് ദൈവം കേൾക്കണമെങ്കിൽ നീ പാപരഹിതനായിരിക്കണ്ടേ? ആരാധന വിശുദ്ധി വേണ്ടേ? പ്രാർത്ഥനാ ജീവിതത്തിൽ വിശുദ്ധി പാലിക്കണ്ടേ? ഒരു അനുതാപം നമ്മിൽ വരുന്നില്ലെങ്കിൽ ഈ ക്യാമ്പ് നിങ്ങൾക്ക് നഷ്ടമായി പോകും. എന്തുകൊണ്ട് നാം അനുദപിക്കണം? ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മീഖ പ്രവചന പുസ്തകത്തിൽ നമ്മൾ വായിച്ചത്. ആ രണ്ട് കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, യാക്കോബിൽ ശേഷിപ്പുള്ളവർ ഒരു മഞ്ഞുപോലെയാകുമെന്ന് നമുക്കറിയാലോ. ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണ്, പക്ഷെ ഇവിടെ പുറത്തോട്ടിറങ്ങിയാൽ ഒരു ചെറിയൊരു തണുപ്പ്, ഒരാശ്വാസമുണ്ട്. കാരണം എന്തുവാ? ഹൈ റേഞ്ചിൽ പൊതുവെ മഞ്ഞ് ഉണ്ടാകും, മഞ്ഞ് തണുപ്പാണ്.
മഞ്ഞ് പെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ ഏത് വേനൽ വരുമ്പോഴും പച്ചപ്പ് കണ്ടോ. അതേസമയം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലോ മഴയും മഞ്ഞും ഉള്ളപ്പോൾ എല്ലാം തളർത്ത് വളരും. മഞ്ഞിൻ്റെ അഭാവവും മഴയുടെ അഭാവവും ഉണ്ടാകുന്ന സമയം സ്വാഭാവികമായി എന്താ സംഭവിക്കുക? ഇതെല്ലാം കരിഞ്ഞ് വാടിപ്പോകും. മഞ്ഞ് ഒന്ന് തണുപ്പിക്കുന്നതാണ്, മഞ്ഞ് മുളപ്പിക്കുന്നതാണ്. ഹലോ, മഞ്ഞ് വളർത്തുന്നതാണ്. ഒന്നുകൂടി പറയുന്നു, മഞ്ഞ് തണുപ്പിക്കുന്നതാണ്, മഞ്ഞ് മുളപ്പിക്കുന്നതാണ്, മഞ്ഞ് വളർത്തുന്നതാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ആരെയാണ് ഈ ഭൂമിയിൽ തണുപ്പിക്കേണ്ടത്? ദൈവത്തിൻ്റെ മനസ്സ് നൊമ്പരപ്പെടുന്ന ഒന്നും അരുത്. ഞാൻ നേരത്തെ അത് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് അനുതാപത്തെക്കുറിച്ചും പാപബോധത്തെക്കുറിച്ചും ഏറ്റുപറച്ചിലിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ടാണ്, ദൈവവുമായി ബന്ധപ്പെട്ടാണ്. 2, നിങ്ങളുടെ മാതാപിതാക്കളുടെ മനസ്സ് ഞാൻ മുഖാന്തരം ഒന്ന് തണുത്തെങ്കിൽ എന്നാഗ്രഹിക്കുന്ന എത്ര കുഞ്ഞുങ്ങൾ ഈ കൂട്ടത്തിലുണ്ട്? ചില കരങ്ങൾ ആത്മാർത്ഥമായി ഞാൻ കണ്ടു. മറ്റു ചിലർ അടുത്തിരിക്കുന്ന ആൾ കൈ ഉയർത്തിയത് കൊണ്ട് കൂട്ടത്തിൽ ഉയർത്തിയവരും കാണുമായിരിക്കും. മക്കളെ, വിദഗ്ധമായി ക്ലാസ് എടുക്കുന്ന അധ്യാപകർ ഇന്നലകളിൽ ക്ലാസ് എടുത്തു, ഇതിന് ശേഷം ഉണ്ടാകും. ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തോന്നുന്നൊരു നിയോഗം മാത്രമേ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുക. ഒരു ആൺകുട്ടിയാകട്ടെ ഒരു പെൺകുട്ടിയാകട്ടെ ഒരു വീട്ടിൽ ജനിക്കുമ്പോൾ അപ്പൻ്റെയും അമ്മയുടെയും മനസ്സിൽ നിങ്ങൾ വലിയൊരു പ്രതീക്ഷയാണ്. ഈ ഭൂമിയിൽ ഒത്തിരി വലിയ ബന്ധുജനവും സഭാബന്ധമൊക്കെ ഉണ്ടാകുമെങ്കിലും നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങളിൽ വച്ചിരിക്കുന്നത് പോലെ പ്രതീക്ഷയും ആഗ്രഹവും സ്വപ്നവും ഉലകത്തിൽ വേറെ ആർക്കും ഉണ്ടാകാൻ സാധ്യതയില്ല. നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു ചെറിയ നൊമ്പരം വന്നാൽ അവരുടെ ഹാർട്ട് പിടയും. നിങ്ങൾക്കൊരു ചെറിയ തോൽവി വരുമ്പോഴും അവരുടെ മനസ്സ് വല്ലാതെ തകരും. നിങ്ങൾ എന്തെങ്കിലും ഒരു കുഴപ്പത്തിൽ ചെന്ന് ചാടിയാൽ അവൻ ചാടിയല്ലോ എന്ന് ഓർത്ത് സന്തോഷിക്കുന്ന ഒരു കൂട്ടം കാണും. പക്ഷേ മുഖം പൊത്തിപ്പിടിച്ച് കരയുന്ന ഒരേ ഒരു സമൂഹം നിങ്ങളുടെ മാതാപിതാക്കളാണ്. എൻ്റെ അമ്മയ്ക്ക് 76 വയസ്സ് പ്രായമുണ്ട്. 76ഓളം വയസ്സ് വരും. വീട്ടിലുള്ളപ്പോൾ വളരെ ദൂരെ പ്രസംഗിക്കാൻ പോയിട്ട് ഞാൻ വരുമ്പോഴും 12 മണിക്ക് വന്നാലും 1 മണിക്ക് വന്നാലും 1:30 മണിക്ക് വന്നാലും 2 മണിക്ക് വന്നാലും ഞാൻ വന്ന് വീട്ടിൽ കയറിയതിന് ശേഷം മാത്രമേ എൻ്റെ അമ്മ ഉറങ്ങിയതായിട്ട് എനിക്കറിയാവൂ. ഞങ്ങൾ ഇത്രയും വളർന്നു, അമ്മ ഇത്രയും പ്രായമായി, ഇത്രയും ക്ഷീണമായി. ഇന്നും എല്ലാ ദിവസവും വിളിക്കും, ആഹാരം കഴിച്ചോടാ എന്ന് ചോദിക്കും. അത് അമ്മ മാത്രം ചോദിക്കുന്നൊരു ചോദ്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ വളർച്ചയും സ്വപ്നത്തോടെ നോക്കിക്കണ്ട് നിങ്ങൾക്ക് ഭക്ഷണം വിളമ്പിത്തരുമ്പോഴും അവരുപവാസത്തോടെ നാളുകളായി കരഞ്ഞ് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ഒരു നല്ല ഭാവി കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളെ ഒന്ന് തണുപ്പിക്കണം എന്ന ആഗ്രഹം നിങ്ങൾക്കുണ്ടോ? ഹലോ, ഞാൻ നിമിത്തം, എൻ്റെ തകർച്ച നിമിത്തം എൻ്റെ അപ്പൻ്റെയോ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാൻ പാടില്ല എന്നാഗ്രഹിക്കുന്ന എത്ര പേര് ഈ കൂട്ടത്തിലുണ്ട്? നിങ്ങൾക്ക് ആവശ്യമായ വസ്ത്രങ്ങളും എല്ലാം ബാഗിൽ പാക്ക് ചെയ്ത് നിങ്ങളെ ടാറ്റ പറഞ്ഞ് വിടുമ്പോഴും എൻ്റെ കുഞ്ഞ് ക്യാമ്പ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു ദൈവ പൈതലായി വരുമെന്ന് ആഗ്രഹിക്കുന്ന നിൻ്റെ മാതാപിതാക്കളുടെ ഹൃദയം ഒന്ന് തണുപ്പിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എൻ്റെ കുഞ്ഞ് പഠിച്ച് നല്ലൊരു ഉന്നത നിലയിലെത്തും, അവൾ നിമിത്തം അല്ലെങ്കിൽ അവൻ നിമിത്തം എനിക്കൊരു അഡ്രസ്സ് ഉണ്ടാകുമെന്ന് സ്വപ്നം കാണുന്ന നിൻ്റെ മാതാപിതാക്കളുടെ ഹൃദയത്തെ ഒന്ന് തണുപ്പിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ആഗ്രഹമുണ്ടോ? അവരറിയാതെ വല്ലവർക്കും വേണ്ടാത്ത മെസ്സേജ് അയക്കുകയും
അവരറിയാതെ 18 വയസ്സ് കഴിഞ്ഞാൽ കല്യാണം നമുക്ക് നടത്താം എന്ന് വരെ ഉറപ്പിച്ച ഒരു യൂത്തിൻ്റെ മുമ്പിൽ, നിങ്ങൾ ഇന്നലെ ഞാൻ പറഞ്ഞത്, ഇന്നത്തെ യൂത്തിനെ മൊത്തത്തിൽ പറഞ്ഞതാണ്, ദൈവത്തിൻ്റെ മനസ്സ് നൊമ്പരപ്പെടാതെയും സ്വന്തം അപ്പൻ്റെ അമ്മയുടെ ഈ കണ്ണ് ഞാൻ നിമിത്തം നിറയാൻ പാടില്ല എന്ന് ഒരു ഇച്ഛാശക്തിയോടെ ഒരു പ്രതിജ്ഞ എടുക്കാൻ ഈ ക്യാമ്പിൻ്റെ അവസാന നിമിഷം എത്ര പേർ തയ്യാറാകും? നിങ്ങൾ മഞ്ഞാകണം. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ മഞ്ഞാകണം. 2, മഞ്ഞ് മുളപ്പിക്കും. എത്ര പൂഴി കൊണ്ട് മൂടപ്പെട്ട വിത്തും മഞ്ഞിൻ്റെ ഈർപ്പത്താൽ അത് കിളിർത്തു വരും എന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. പല വ്യാഖ്യാനം പറയാൻ പറ്റും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, ഈ ചെറിയ പ്രായത്തിൽ നിങ്ങൾ യേശുപ്പച്ചൻ്റെ മുമ്പാകെ വച്ച പ്രാർത്ഥന ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതം നിമിത്തം അത് മുളച്ചു വരുമെന്നാണ് എൻ്റെ വിശ്വാസം. നീ ആഗ്രഹിച്ച ഏത് കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുവോ, ഏത് കാര്യത്തിന് വേണ്ടി ദൈവത്തോട് കരഞ്ഞുവോ, അതേ കാര്യത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവചനാത്മാവി പറയുന്നു, നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന മുളച്ചു വരും. നിന്റെ പ്രയത്നം വ്യർത്ഥമായി പോകത്തില്ല. നിന്റെ പ്രാർത്ഥന അത് അത്ഭുതകരമായി അത് മുളച്ചു വരും. മുളച്ചു വരിക മാത്രമല്ല, 3, അത് വളരും. എന്നിട്ട് തിരുവചനം പറയുന്നത് പോലെ അത് മതിലിന്മേൽ പടരും. ഒരിക്കലൊരു വൃക്ഷത്തിൻ്റെ തൈ, ഒരു വലിയൊരു മതിലുണ്ട്. ഈ മതിലിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഒരു കുഞ്ഞ് വൃക്ഷത്തൈ വെച്ചു. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോവാൻ. അപ്പോൾ എല്ലാ ദിവസവും ഈ വൃക്ഷത്തൈ ഈ മതിലിനെ നോക്കിയിട്ട് ദൈവത്തോട് പരിഭവം പറയും, ദൈവമേ എനിക്ക് പുറലോകം കാണാൻ പറ്റുന്നില്ല, എനിക്ക് പുറലോകം ദർശിക്കാൻ പറ്റുന്നില്ല, കാരണം ഈ വൻമതിൽ നിൽക്കുന്ന കാരണം എനിക്ക് പുറത്തുള്ള ഒന്നും അറിയാൻ പറ്റുന്നില്ല, ഞാൻ പെട്ടു നിൽക്കുക. കുറേ ദിവസങ്ങൾ പരിഭവവും പരാതിയും പറഞ്ഞപ്പോൾ ഒരു ദിവസം ദൈവം ഇവനെ നോക്കിയ ഇവനോട് പറഞ്ഞിടാ, നിന്റെ സിസ്റ്റവും മതിലിൻ്റെ സിസ്റ്റവും നീ ഒന്ന് നോക്കിയോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അവൻ പറഞ്ഞു, മതില് 10 വരി കല്ല് വെച്ചാൽ ആ 10 വരി ലോകം അവസാനിക്കുന്നവരെ അങ്ങനെ തന്നെ. പക്ഷെ നിന്റെ സിസ്റ്റം എന്ന് പറയുന്നത് വേറെയാണ്. 1 ഇല കൊഴിഞ്ഞാൽ 2 ഇല തളിർക്കുന്നതാണ് നിന്റെ സിസ്റ്റം. പക്ഷെ അപ്പോഴൊന്നും ഇവൻ ആശ്വസിക്കാൻ പറ്റിയില്ല. കാലം ചിലത് കഴിഞ്ഞപ്പോൾ ഈ എല്ലാ ദിവസവും മതിലിവനെ നോക്കി പറയും, നിന്നെ ഞാൻ പുറലോകം കാണിക്കാൻ സമ്മതിക്കത്തില്ല, നിനക്കൊരു അഡ്രസ്സ് ഉണ്ടാകത്തില്ല, നിനക്കൊരു ഭാവി ഉണ്ടാകത്തില്ല, നിന്റെ വിദ്യാഭ്യാസം ഉണ്ടാകത്തില്ല, നീ പഠിക്കത്തില്ല, നീ ജയിക്കത്തില്ല, നീ ഉയരത്തില്ല എന്ന് പറഞ്ഞ് നിരന്തരം പറയുകയാണ്. ഒരു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ വൃക്ഷത്തൈ ഈ മതിലിനോട് ഒപ്പത്തിനൊപ്പം എത്തി. അപ്പോഴും അതിൽ പറഞ്ഞു, ഇത്രയല്ലേ എത്തിയുള്ളൂ. പക്ഷെ ചില ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? അടുത്തൊരു ഇല വന്നപ്പോൾ ഈ മതിലിൻ്റെ പുറത്തോട്ടായി. കാലം ചിലത് കഴിഞ്ഞപ്പോൾ ഇന്ന് മതിൽ കാണാൻ മേലാത്ത വിധം വേദപുസ്തകം പറയുന്നു, യോസേഫ് ഒരു ഫലവൃക്ഷമാകുന്നു, അത് മതിലിന്മേൽ പടരുന്നു. ഇന്ന് കാണുന്നത് വൃക്ഷത്തെയാണ് ആളുകൾ കാണുന്നത്. ഇന്നലെ വരെ തടഞ്ഞു വെച്ച മതിലിനെ അല്ല അത് കണ്ടതെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ വിദ്യാഭ്യാസത്തിന്, നിന്റെ ഭാവിക്ക്, നിന്റെ ജീവിതത്തിൻ്റെ നന്മകൾക്കെതിരെ വാദിച്ച സകല മേഖലകളെയും തല്ലി തകർത്തിട്ട് ആ മതിലിന്റെ മേൽ നീ പടരുന്ന ഒരു ദിവസമിതാ വരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ തയ്യാറാകൂ. ആ കരങ്ങളെ ഒന്ന് തട്ടി കർത്താവിനെ സ്തുതിക്കട്ടെ, കർത്താവിനെ സ്തുതിക്കട്ടെ. നിന്റെ വളർച്ചയുടെ ദിവസം വരുന്നു, നിന്റെ വളർച്ചയുടെ ദിവസം വരുന്നു, നിന്റെ ഉയർച്ചയുടെ ദിവസം വരുന്നു. യുവജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, എൻ്റെ കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, നിന്റെ ദിവസം വരുന്നു. നീ ദൈവത്തിൻ്റെ മുമ്പിൽ നീ ഒരു മഞ്ഞാകുമെങ്കിൽ, നിന്റെ മാതാപിതാക്കളുടെ ഹൃദയം തണുപ്പിക്കുന്ന ഒരു മഞ്ഞായി തീരാൻ നിനക്ക് കഴിയുമെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മ പറയുന്നു, മുളയ്ക്കും, അത് വളരുമാറാകും. രണ്ടാമത്തെ പദം അവിടെ വായിക്കുന്നത്, നാം വിശുദ്ധിക്ക് വില കൊടുത്ത് വിശുദ്ധിയോടെ നിന്നാൽ
പാപരഹിതമായ ഒരു ജീവിതം, പാപരഹിതമായൊരു ജീവിതത്തിന് നാം ചുമല് കൊടുക്കുമെങ്കിൽ, രണ്ടാമത്തെ ഭാഗം പറയുന്നത് ഒരു സിംഹത്തെ പോലെ, കാട്ടിലെ മൃഗങ്ങളുടെ മുമ്പിൽ ഒരു സിംഹത്തെ പോലെയും പിന്നെ ബാലസിംഹത്തെ പോലെയും ആകുമെന്നാണ്. എന്ന് പറഞ്ഞാൽ നിന്റെ ഒപ്പത്തിനൊപ്പം ഒരുത്തന് നിൽക്കാൻ കഴിയാത്ത വിധം ദൈവം നിന്നെ ഒരു ഗർജനശേഷിയുള്ളവനായി, ഗർജനശേഷി എന്ന് പറഞ്ഞാൽ ആരെ കണ്ടാലും ഷൗട്ട് ചെയ്യുന്ന ഒരു ധീര പോരാളി അർത്ഥത്തിലല്ല ഞാൻ ഈ പറഞ്ഞത്. നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ മുമ്പിൽ ഒരു പൈശാചിക ശക്തിക്ക് നിൽക്കാൻ കഴിയാതെ വണ്ണം, ഒരു ഭൂത പ്രേത പൈശാചിക ശക്തികൾക്കും നിൽക്കാൻ കഴിയാത്ത വണ്ണം ഒരു ആത്മശക്തിയുടെ നിറവിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും നിയന്ത്രണം എടുത്തു കഴിയുമ്പോൾ കൂട്ട പൈശാചിക ശക്തികളുടെ മുമ്പിൽ നീ ഒരു ഗർജിക്കുന്ന സിംഹമായി സ്വർഗം നിന്നെ നിർത്തുമെന്ന് പ്രവചനാത്മാവ് വിളിച്ചു പറയുകയാണ്. ജീവിക്കുന്നെങ്കിൽ ഇങ്ങനെയല്ലേ ജീവിക്കേണ്ടത്? കേവലം ഒരു 70 കിലോയുള്ള മാംസപിണ്ഡമായി ജീവിക്കുന്നതിനേക്കാൾ ജീവിക്കുന്ന കാലം ആത്മബലത്തോടെ നിൽക്കാൻ തൻ്റെ ഇടമുള്ള അതിനെ ആഗ്രഹിക്കുന്ന ഒരു തലമുറ ഇതിനകത്തുണ്ടെങ്കിൽ അവസാനത്തെ അംഗത്തെയും നിറച്ചിട്ടല്ലാതെ ഈ ഗ്രൗണ്ട് വിടാൻ എൻ്റെ കർത്താവ് സമ്മതിക്കത്തില്ല. കാരണം ദൈവം കൊണ്ടുവന്നത് സെലക്റ്റീവായി ചിലരെ കൊണ്ടുവന്നിട്ടുള്ളൂ. അവർക്ക് വേണ്ടി ദൈവം ഇതിനകത്ത് ചില നന്മകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് പ്രാപിക്കാതെ പോകരുത്, അത് പ്രാപിക്കാതെ പോകരുത്, അത് നേടാതെ ഇവിടം വിട്ടു പോകരുത്. സിംഹത്തെ പോലെ നമുക്കറിയാലോ, കാട്ടിൽ എല്ലാ മൃഗങ്ങളും സിംഹത്തെ കാണുമ്പോൾ സ്വാഭാവികമായി വഴിമാറിപ്പോകും. ഒരുത്തരും അവൻ്റെ മുമ്പിൽ വഴിമുടക്കാൻ തയ്യാറാകില്ല. ഒരുത്തരും അവനെ വഴിമുടക്കാൻ തൻ്റെ ഇടം കാട്ടാറില്ല. കാരണം സിംഹം കാട്ടിലെ രാജാവാണ്. വചനം പറയുന്നു, കാട്ടിലെ മൃഗങ്ങളുടെ മുമ്പിൽ നിന്നെ ഞാൻ സിംഹത്തെ പോലെ ആക്കും. ഏറ്റവും ഒടുവിൽ മീഖാ പ്രവചനം 2:12 നമ്മൾ വായിക്കുന്നത്, ദൈവത്തിൻ്റെ ശേഷിപ്പിനെ ദൈവം സമൂഹത്തിലൊരു മുഴക്കമാക്കി ദൈവം മാറ്റും. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇന്ന് വർഷിപ്പ് ലീഡ് ചെയ്ത മോള്, അവളുടെ ഒരു കുഞ്ഞു സാക്ഷിയൊക്കെ കേട്ടു. അതിനേക്കാൾ എന്നെ സന്തോഷിപ്പിച്ചത്, അവളെ ശബ്ദം കേട്ടാൽ പാടുമെന്ന് ആരും പറയത്തില്ല. സ്വർഗം അനുഗ്രഹിച്ചു നൽകിയ മോളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ലൈവിൽ കൂടെ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം ആ ശബ്ദം കേട്ടു. എല്ലാവർക്കും പാടാൻ പറ്റിയില്ലെങ്കിലും, എല്ലാവർക്കും പ്രസംഗിക്കാൻ പറ്റിയില്ലെങ്കിലും, ഏതെങ്കിലും ഒന്നിൽ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ശബ്ദം ലോകം കേൾക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നെങ്കിൽ, വചനം പറയുന്നത് കേവലം ഒരു ശബ്ദമല്ല, കേവലം ഒരു ശബ്ദമല്ല, കേവലം ഒരു ശബ്ദമല്ല. ആത്മാവ് പ്രവചിച്ചു പറയുന്നു, നീ ഒരു മുഴക്കമാകും. അത് കേവലം ഒരു പട്ടണത്തിലോ ഒരു കേവല സഭയിലോ അല്ല, ലോകത്തിൽ നിന്നെ ഒരു മുഴക്കമാക്കി മാറ്റാൻ സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്ന് ഉറപ്പുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചു തുടങ്ങട്ടെ. എന്നെ ഒരു മുഴക്കമാക്കുന്ന ദൈവം. പാസ്റ്റർ, ഇതിനെന്താ ചെയ്യേണ്ടത്? ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം വിശുദ്ധ വേദപുസ്തകം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് നൽകുവാൻ തക്കവണ്ണം ആമേൻ തൻ്റെ പുത്രനെ നൽകി സ്നേഹിച്ച ആ ദൈവത്തിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുമെങ്കിൽ നീ ഒരു മുഴക്കമാകും. കാട്ടിലെ മൃഗങ്ങളുടെ മുമ്പിൽ നീയൊരു സിംഹമാകും. നിന്നെ കടിച്ചു കീറാൻ നിൽക്കുന്നവരുടെ മുമ്പിൽ നിന്നെ ഒരു സിംഹത്തെ പോലെ, ഒരു ബാലസിംഹത്തെ പോലെ ദൈവം നിന്നെ നിർത്തും. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ നിന്റെ ശബ്ദം പുറലോകം കേൾക്കരുത്, നിന്നെ പുറലോകം കാണരുത് എന്ന് ആഗ്രഹിച്ച സമൂഹത്തിന് മുമ്പിൽ നിന്നെ ഒരു കേവലം ഗർജനമല്ല, നിന്നെ ഒരു മുഴക്കമാക്കി മാറ്റുന്ന ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അതിന് ഒറ്റ കാരണമാണ് വേദപുസ്തകം പറയുന്നത്, തൻ്റെ പുത്രനെ തന്ന് സ്നേഹിച്ച ആ ദൈവത്തെ സ്നേഹിക്കുക, ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. എങ്ങനെ ചേർന്ന് നിൽക്കാൻ പറ്റും? ആ ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാൻ പറ്റും? വചനം പറയുന്നു, നമ്മുടെ ആപ്തവാക്യം, ദൈവം വിശുദ്ധരായിരിക്കുന്നത് പോലെ നാമും വിശുദ്ധരാകുകയും. കേവലം വാക്കിലെ വിശുദ്ധിയല്ല,
നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമായൊരു യാഗമായി നിങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കൂ. ഇന്ന് കളങ്കമില്ലാത്ത നിഷ്കളങ്കമായൊരു മനസ്സോടെ ഇവിടം വിടുവാൻ നിങ്ങൾ തയ്യാറെടുക്കൂ. ഒരു ആത്മപ്രവൃത്തിയുടെ മുഴക്കമെനിക്ക് കേൾക്കാം. ഒരു ദൈവപ്രവൃത്തി ഇതിനകത്തുണ്ടാകും. വരും കാലങ്ങളിൽ ഈ കൂട്ടത്തിൽ നിന്ന് അഭിമാനത്തോടെ അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തിന് ഇന്ന് ഈ ചെലവിട്ട് ഈ ബന്ധപ്പെട്ട ദിവസങ്ങളായി പെടാപ്പാടുപെടുന്ന ഈ കമ്മിറ്റിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, ഈ ക്യാമ്പിൽ പങ്കെടുത്ത ഒരു തലമുറ നാളത്തെ IAS-കാരനായി, അടുത്തൊരു IPS-കാരനായി, ഒരു MBBS-കാരനായി പോരാ, അവൻ ലോകം അറിയപ്പെടുന്ന ഒരു സുവിശേഷകനായി തീർന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ അഭിമാനം ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല. അതിന് വഴി ഒന്നേ ഉള്ളൂ, ഒന്ന് അനുദപിക്കാൻ, കർത്താവിൻ്റെ മുമ്പിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ. മനസ്സ് തയ്യാറാകുമോ? എല്ലാ കണ്ണുകളും ഒന്ന് അടയട്ടെ. ദയവായി ഒത്തിരി സമയം കൊണ്ടിരിക്കുവാന്നല്ലോ, 2-3 മിനിറ്റ് പ്ലീസ്, ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? എല്ലാവരും അതത് സ്ഥാനത്തൊന്ന് എഴുന്നേറ്റ് നിന്നേ. ഞാൻ ആരാധിപ്പിക്കാനൊന്നും സമയമെടുക്കുന്നില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് സ്തോത്രം പറയാൻ വേണ്ടി മാത്രം ആഗ്രഹിക്കുകയാണ്. എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ തലകളും ദൈവത്തിന് ഭാഗം വണങ്ങട്ടെ. പെന്തക്കോസ്ത് എല്ലാം നശിച്ചു എന്ന് പറയുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിലുണ്ട്. ഇതിനകത്ത് വിശുദ്ധന്മാരില്ല എന്ന് പറയുന്ന കേൾവി ധാരാളം ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നത്തെ പെന്തക്കോസ്റ്റിൽ ഒരുത്തരം സ്വർഗത്തിൽ പോകില്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, എല്ലാ കാലത്തും ഏത് പ്രതിസന്ധിയിലും ഒരു ശേഷിപ്പിനെ ദൈവം വച്ചിട്ടുണ്ട്. ഇന്നെനിക്ക് അഭിമാനത്തോടെ ഞാൻ പറയുന്നു, അസംബ്ലീസ് ഓഫ് ഗോഡിൽ ഇങ്ങനെ ഒരു ശേഷിപ്പിനെ ദൈവം ഇവിടെ ഒരുക്കിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിനെ ഉയർത്താൻ, യേശുവിൻ്റെ നാമത്തെ ഉയർത്താൻ, കർത്താവിന് വേണ്ടി ജീവിക്കാൻ, വിശുദ്ധിക്ക് വേണ്ടി വില കൊടുക്കാൻ, വിശുദ്ധിക്ക് വേണ്ടി സമർപ്പിക്കാൻ, വിശുദ്ധിക്ക് വേണ്ടി നാളെ ആഹ്വാനം ചെയ്യാൻ അസംബ്ലീസ് ഓഫ് ഗോഡ് ഇത്രയും മക്കളെ ദൈവം, ഇത്രയും യുവജനങ്ങളെ ഈ പട്ടണത്തിൽ ഒരുക്കിയതിനെ ഓർത്ത് ദൈവത്തിൻ്റെ ദാസന്മാരെ ഇവരെ ഓർത്തൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? വലത് കരങ്ങളെ ഉയർത്തി മുതിർന്ന പ്രിയപ്പെട്ടവരെല്ലാവരും ഈ കുഞ്ഞുങ്ങളെ ഓർത്ത്, ഈ യുവാക്കന്മാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യൂ. ആമേൻ. അസംബ്ലീസ് ഓഫ് ഗോഡിന് നാശമുണ്ടാകില്ല, പെന്തക്കോസ്ത് കോട്ടം വരികയില്ല. കാരണം ഒരു ശേഷിപ്പ് ഇതിനകത്തുണ്ട്. ആ ശേഷിപ്പ് വിശുദ്ധിക്ക് വേണ്ടി വില കൊടുക്കുന്ന ഒരു ശേഷിപ്പിനെ ഞാൻ കാണുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. അന്യഭാഷ പ്രാപിച്ച കുഞ്ഞുങ്ങൾ അന്യഭാഷ പറയൂ. കൈയടിക്കണമെന്ന് തോന്നിയാലൊന്ന് കൈയടിക്കൂ. സ്തോത്രം പറയണമെന്ന് സ്തോത്രം പറ. അഭിഷേകം പ്രാപിക്കാത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ യേശുവിൻ്റെ രക്തം പറഞ്ഞ്, യേശുവിൻ്റെ നാമം പറഞ്ഞ് ദൈവത്തെ ഒന്ന് സ്തുതിക്കൂ. കഴിവില്ല, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ബുദ്ധിയില്ല, എനിക്ക് ശേഷിയില്ല, അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ യേശുപ്പച്ചനെ നോക്കി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കൂ. ഒരു ദൈവശക്തി നിന്നിലേക്ക് ഇറങ്ങും. ദൈവശക്തി നിന്റെ മേൽ വരും. ദൈവശക്തി നിന്റെ മേൽ വരും. അസാധാരണമായ ദൈവപ്രവർത്തിക്കായി വരിക്കാലങ്ങളിൽ, അസാധാരണമായ ദൈവപ്രവർത്തിക്കായി വരിക്കാലങ്ങളിൽ, അസാധാരണമായ ദൈവപ്രവർത്തിക്കായി, അസാധാരണമായ ദൈവപ്രവർത്തിക്കായി. ഓ റബബദ റബബ ശൗറബലഹദുനി ഉടയാ രഗദ രഗരാ ധിഗല രഗദ രഗയ ദാ രഗഡഗ ജാലഗ രഗഡഗ ശൗഡഗ രഗദൽ ദഗ രക്ഷഗ രാജഗ രഗഡഗ രഗഡഗ ജാരി ദക്ഷഗദഗ ധാദിഗ ധാരഗ ശംദല ജാരം ദക്ഷഗദല വൈഡഗ രഗഡഗ ജാരിഗതി ഹസ്തഗ രക്ഷഗ രാജഗ രഗഡഗ ശൗഡഗതി ഊറബധാരിഗ ശൗഡ രഗദ രഗയ ദക്ഷഗദ രിഗഡ ജാരേ ദക്ഷഗദ. യെസ് യെസ്. കർത്താവെ, അങ്ങക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് അവിടുത്തെ തിരുകരം ഇപ്പോൾ ഈ മക്കളുടെ മേൽ നീട്ടണമേ. അസാധാരണമായ ദൈവശക്തി ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ഇതുവരെ അവർ പ്രാപിക്കാത്ത ഒരു ദൈവത്തിന്റെ കൃപ ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ. ഇവരൊരു മഞ്ഞായി തീരത്തക്കവണ്ണം മറ്റുള്ളവരുടെ മനസ്സ് തണുപ്പിക്കുന്ന ഒരു ദൈവകൃപയുടെ അഭിഷേകം ഈ മക്കളുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ചില കുടുംബങ്ങളെ പിശാച് ബന്ധിച്ചത് നിമിത്തം തലമുറയുടെ വിദ്യാഭ്യാസത്തെയും ഭാവിയെയും
വാമേൻ അവരുടെ ഭാവിയോട് വാദിച്ചു നിൽക്കുന്ന ആ പൈശാചിക വ്യാപാരങ്ങളെ അങ്ങ് തന്ന അധികാരത്താലും അവിടെ നൽകിയ ശക്തിയാലും ഈ നിമിഷം ഞാൻ അഴിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജ്ഞാനസ്ഥരായി മാറട്ടെ. അവരുടെ കഴിവുകൾ വെളിപ്പെട്ടു വരട്ടെ. അവരുടെ ശബ്ദം ലോകം കേൾക്കത്തക്കവണ്ണം ഒരു മുഴക്കമായി മാറട്ടെ. ഒരു മുഴക്കമായി അവിടുത്തെ സാന്നിധ്യം അരിഞ്ഞ പുൽപ്പുറത്ത് പോയുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന മൺമഴ പോലെയും ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഇറങ്ങി വരണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രിയ മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാൻ കഴിയാതെ ഈ കാലത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കടിച്ചു കീറുവാൻ നിൽക്കുന്ന കാട്ടിലെ മൃഗങ്ങളെ പോലെ കടിച്ചു കീറുവാൻ നിൽക്കുന്ന പൈശാചിക ശക്തികളുടെ മുമ്പിൽ ഗർജിക്കുന്ന സിംഹങ്ങളായി നിൽക്കാൻ ഒരു ആത്മവ്യാപാരം ഈ കുഞ്ഞുങ്ങളുടെ മേൽ പകരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാദേശിക സഭയെയും അവരുടെ മാതാപിതാക്കളെയും അവരുടെ ഗുരുക്കന്മാരെയും സമൂഹത്തെയും തണുപ്പിക്കുന്ന ഒരു മഞ്ഞായി തീരത്തക്കവണ്ണം ഒരു സ്വഭാവ രൂപീകരണം ഇതിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വരുത്തണമേ. പാപബോധവും അനുതാപമുള്ളൊരു തലമുറ ഇതിനകത്ത് നിന്ന് പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കണമേ. വരും കാലങ്ങളിൽ ഞങ്ങൾക്ക് അഭിമാനത്തോടെ ഇന്ന മോള് ഇന്ന മോൻ ഞങ്ങളുടെ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ കുഞ്ഞെന്ന് പറയത്തക്കവണ്ണം ഈ രാജ്യം മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും അഡ്രസ്സുള്ളൊരു തലമുറയായി ഇവിടെ ശബ്ദം ലോകം കേൾക്കുന്ന മുഴക്കങ്ങളായി മാറത്തക്കവണ്ണം അവിടുത്തെ അഭിഷക്തന്മാരായ ഞങ്ങൾ ഒരുമിച്ച് കരമുയർത്തി ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ദയവായിട്ട് എല്ലാവരും ഇരുന്നാട്ടെ. ഒരിക്കൽ കൂടെ DCCA ഭാരവാഹികളോടുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവിധ ആശംസകളും നിങ്ങളെ അറിയിക്കുന്നു. എന്നെ ക്ഷണിച്ചതിനൊരിക്കൽ കൂടെ നന്ദി. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.